ഇന്നല്ലാഹ യഹ്മി അബ്ദഹുൽ മുഅ്മിന മിനദ് ദുനിയാ കമാ യഹ്മി അഹദുകും മരീളഹു മിനത് ത്വആം കമാ യഹ്മി അഹദുകും മരീളഹു മിനത് ത്വആമി വശറാബി വഹുവ യുഹിബ്ബുഹു. മനസ്സിലായില്ലേ? ഏതുപോലെയാണത്? അല്ലാഹു തനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള അടിമക്ക് നിഅമത്തുകൾ കൊടുക്കുകയില്ല, നിഅമത്തുകളിൽ നിന്ന് അവനെ തടഞ്ഞു വെക്കും. എന്തിന്? ഏതുപോലെ? കമാ യഹ്മി അഹദുകും മരീളഹു മിനത് ത്വആമി വശറാബി വഹുവ യുഹിബ്ബുഹു. തനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആൾക്ക് രോഗം വന്നാൽ വെള്ളവും ഭക്ഷണവും നമ്മൾ തടയുന്നത് പോലെ. സുബ്ഹാനല്ലാഹ്! എന്താ ഇതിനേക്കാളും വലിയൊരു ഉദാഹരണം? മനസ്സിലായില്ല? ഓപ്പറേഷൻ ചെയ്ത് കിടക്ക കുട്ടി, അപ്പൊ കരഞ്ഞാലും ഭക്ഷണം കൊടുക്കൂല അമ്മ. ഓപ്പറേഷൻ ചെയ്ത് കിടക്കണം ഭർത്താവ് അല്ലെങ്കിൽ കുഞ്ഞ്, വെള്ളം ചോദിച്ച് കരയും, കൊടുക്കൂല. ഒരു ഗ്ലാസ് വെള്ളം തരുമ്മ, കൊടുക്കൂല. ഭാര്യയോട് ഭർത്താവ് പറയും ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടാ, കൊടുക്കൂല. കയ്യിൽ കിട്ടിയത് മുഴുവനും എടുത്ത് തലേന്ന് എടുത്ത് വെള്ളം എറിയും, ചീത്ത പറയും, ഒരുമിട്ടോളം, അങ്ങനെ എല്ലാം പറയും, എന്നാലും ക്ഷമിക്കും, കൊടുക്കൂല. എന്തുകൊണ്ട്? കൊടുക്കാത്ത എന്തുകൊണ്ടാണ്? ഇത് കൊടുത്താൽ അയാൾ നാശവും, അയാൾ നാശമായി പോവും. അയാൾ നാശമാണ്, നമ്മൾക്ക് ഇഷ്ടമല്ല, കാരണം ഇയാൾ നല്ലവനാണ്. ഇതൊക്കെ പറഞ്ഞത് മനസ്സിലായോ? അപ്പോൾ മുതലുള്ള കൊത്തമ്പികളെ നിങ്ങൾ വിചാരിക്കേണ്ട, നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ട് തന്നതാണ്. അത് പരീക്ഷണം. കമാ യഹ്മി അഹദുകും മരീളഹു മിനത് ത്വആമി വശറാബി വഹുവ യുഹിബ്ബുഹു. ഏറ്റവും ഇഷ്ടമുള്ള തന്റെ ആള് രോഗമാകുമ്പോൾ വെള്ളവും ഭക്ഷണവും നമ്മൾ തടഞ്ഞു വെക്കുന്നില്ലേ? അതുപോലെയാണ് പല സ്വാലിഹീങ്ങൾക്കും അല്ലാഹു തആല ദാരിദ്ര്യം കൊടുക്കുന്നത്, രോഗം കൊടുക്കുന്നത് എന്ന് മുഹമ്മദ് മുസ്തഫ. എന്നാൽ മുതലാളിന്റെ വീട്ടിൽ ദാരിദ്ര്യമില്ല, രോഗമില്ല. അങ്ങനെ വന്നേക്കാം. അപ്പൊ മുതലാളി എന്തു പറയും? എനിക്ക് ഇങ്ങനെയൊക്കെ ആയിട്ട് ഇവിടെ വലിയ സുഖാണ്, പിന്നെ ആ പള്ളിയിൽ കൊണ്ടൊക്കെ കുഴപ്പമുള്ളൂ, എനിക്ക് അവിടെ അങ്ങനെ ഇരിക്കും. ഇങ്ങനെ പറയാറില്ലേ മനുഷ്യന്മാര്? പറയാറില്ലേന്നോ? 90% ഇത് പറഞ്ഞു നടക്കല്ലേ? ഇവർക്ക് സ്വർഗം ഉണ്ടാവില്ല. ആര് പറഞ്ഞു? ഇമാം ഗസാലി. നമ്മളെ കാക്കട്ടെ. നാവിലെ പഠിച്ചോനുള്ളൂ, ഇവിടെ പഠിച്ചോല്ല. മനസ്സിലായോ പറഞ്ഞത്? ചിന്തിക്കണം. വഞ്ചിതൻ അൽ മഗ്റൂറു ബിദ്ദുനിയാ ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയാ. ദുനിയാവ് നിങ്ങളെ ചതിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ ദുനിയാവ് ഇത്തരം ആളുകളെ ചതിച്ചിട്ടുണ്ട്. അഞ്ചോ നിസ്കരിക്കുന്ന സാലിയായ പഠിച്ചോനെ പേടിക്കുന്ന ആളുടെ കുടുംബത്തിൽ ദാരിദ്ര്യം. ഇവർക്കോ? എന്റെ ഭാര്യ വെസ്റ്റേൺ മോഡലില്ല, മകള് വെസ്റ്റേൺ മോഡലില്ല, കുട്ടികളൊക്കെ വെസ്റ്റേൺ മോഡലില്ല. ഒരിക്കൽ രാവും പകലും കുതിര വിടുന്ന പണി. അവര് എല്ലാ സിനിമയും ഡാൻസും കണ്ടിട്ട് 2 മണിക്ക് ഉറങ്ങിയിട്ട് 9 മണിക്ക് നിൽക്കും. എന്നിട്ട് കച്ചവടവും കാർബാറും എല്ലാം ഭയങ്കര ഉഷാറ്. അപ്പുറത്ത് സാലിയാ മനുഷ്യൻ ദരിദ്രൻ, പരമദരിദ്രൻ, ഒപ്പിച്ചു പോകും, അത്രയേ ഉള്ളൂ. അയാൾക്ക് കഷ്ടപ്പാട് എന്നൊരു കുട്ടിക്ക് തീനും. അവർക്ക് അയാളൊക്കെ കാര്യം എന്താ? പഠിച്ചോനെ അയാളെ കഷ്ടപ്പെടുത്തുക. പിന്നെ പഠിച്ചോനെ നമ്മളൊക്കെയാണ് ഇഷ്ടം. കാരണം നമ്മക്ക് കാലം വരെ അങ്ങനത്തെ ഒരു ദാരിദ്ര്യം ഉണ്ടായിട്ടില്ല, രോഗം ഉണ്ടായിട്ടില്ല. പഠിച്ചോ നമ്മളൊപ്പം. ഇവന്റെയൊക്കെ വർത്താനം കേട്ടാ തോന്നും പള്ളിയൊക്കെ പൊളിക്കലാണല്ലേ. കാരണം ഈ പള്ളി നിസ്കാരമൊക്കെ ഉണ്ടായതുകൊണ്ടാണ് ഇവിടെ ദാരിദ്ര്യം ഉണ്ടായതെന്നാണ് മനസ്സിലാണ് ഇവന്റെ വർത്താനം കേട്ടത്. ഇതെന്താ? ഇത് പരീക്ഷണം. ഇത് ഈ വിഡ്ഢി മനസ്സിലാക്കണില്ല. മുസ്ലിമല്ലേ? മുസ്ലിമാണ്, പക്ഷേ വഞ്ചിതനാണ്, സ്വർഗാവകാശി അല്ല. ബാക്കി അള്ളാഹ് എടുക്കൽ അല്ലാഹു അഅലം, നമുക്കറിയില്ല. ബാക്കി അല്ലാഹു അഅലം. നിയമപുസ്തകത്തിൽ പറഞ്ഞതിൽ ഇവനെതിരാണ് എന്ന് ചിന്തിക്കണം. വലിയ വലിയ മഹാന്മാര് സമ്പത്തും സൗകര്യവും വന്നാൽ ദുഃഖിതരാവുന്നവരായിരുന്നു. ദാരിദ്ര്യം വന്നാൽ സന്തോഷിക്കുകയും ചെയ്യും. അങ്ങനത്തെ സ്വഹാബികൾ ഉണ്ടായിട്ടുണ്ട്, താബിഈങ്ങളുണ്ട്, തബഉ താബിഈങ്ങളുണ്ട്. സമ്പത്ത് വന്നാൽ വിഷമം, ദാരിദ്ര്യം വന്നാൽ സന്തോഷം. ദാരിദ്ര്യം വന്നാൽ അവർ പറയും മർഹബൻ ബിശിആരി
സാലിഹീങ്ങളുടെ അടയാളം അള്ളാഹു എനിക്ക് തന്നതിൽ എനിക്ക് സന്തോഷമാണ്. മനസ്സിലായില്ല? അവർക്ക് ദാരിദ്ര്യം ഉണ്ടാവുമ്പോൾ അവരെന്ത് പറയും? മർഹബൻ മർഹബാ മർഹബാ സാലിഹീങ്ങളുടെ അടയാളം പഠിച്ചോ എനിക്ക് തന്നല്ലോ, അൽഹംദുലില്ലാഹ്. അതെന്താ? ദാരിദ്ര്യം. മനസ്സിലായില്ലേ? അങ്ങനത്തെ സ്വഹാബികളുണ്ട്, താബിഈങ്ങളുണ്ട്, താബിഈങ്ങൾ ഉണ്ട്. وشد من سغب أحشاءه وطوى تحت الحجارة كشحا مترف الأدمي. ലോലമായ ചർമ്മമുള്ള മുത്ത് മുഹമ്മദ് മുസ്തഫ, അത് കല്ല് കെട്ടി വെച്ചാണ് മുത്തുനബി ജീവിച്ചിരുന്നത്. മുഹമ്മദ് മുസ്തഫ 2 മാസമൊന്നും ഹബീബായ നബിയുടെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാവില്ല പലപ്പോഴും. ആ നബിയെ കഷ്ടപ്പെട്ട് ജീവിക്കുക. ബൻ പറയുമ്പോ ബ്ലാക്ക് ലിസ്റ്റിൽ ഇപ്പൊ ആരും പെട്ടു, നബിയും പെട്ടല്ലോ. മനസ്സിലായില്ലേ? ബൻ പറഞ്ഞ ബ്ലാക്ക് ലിസ്റ്റിലാ. പക്ഷെ നമ്മളോടാ ഇഷ്ടം, നമുക്ക് എല്ലാ സ്വത്തും തന്നു, സൗകര്യം തന്നു. ഞാനങ്ങനെ പള്ളിയൊക്കെ പോയില്ല. എപ്പോഴെങ്കിലൊക്കെ പോയെങ്കിൽ പോകും. 25,000 പോയി പോരും. ഞാനിന്റെ അങ്ങനെയൊക്കെ പോക്കാണെന്റെ. നമുക്കൊരു കുറവില്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഇവൻ പറഞ്ഞനുസരിച്ച് നിസ്കാരവും മറ്റു കാര്യമൊക്കെയാണ് ദാരിദ്ര്യം ഉണ്ടാക്കണമെങ്കിൽ ആ ബ്ലാക്ക് ലിസ്റ്റിൽ മുത്തനബി അല്ലേ നേതാവ്? കാരണം 2 മാസമൊന്നും ഹബീബായ നബിയുടെ വീട്ടിൽ അടുപ്പിൽ തീ കത്തിക്കൂല. എന്തുകൊണ്ട്? തീ കത്തിച്ച് വേവിക്കാവുന്ന ഒരു സാധനം ആ വീട്ടിൽ ഇല്ല. ചിന്തിക്കണം. രോഗമോ ദാരിദ്ര്യമോ സമ്പത്തോ ഇതൊന്നും പടച്ചോ നമ്മളെ ഇഷ്ടപ്പെടുന്നോ ഇല്ലേ എന്നുള്ളതിന് മാനദണ്ഡമല്ല. പലപ്പോഴും അത് അല്ലാഹുവിന്റെ പരീക്ഷണം. രോഗവും ചിലപ്പോൾ പരീക്ഷണവും, സമ്പത്ത് പരീക്ഷണവും, ആരോഗ്യ പരീക്ഷണവും, രോഗം പരീക്ഷണവും, സുഖം പരീക്ഷണവും, ദുഃഖം പരീക്ഷണവും, ദുഃഖ പരീക്ഷണം. ചില ആളുകൾക്ക് സമ്പത്ത് കൊടുക്കൂല. എന്തുകൊണ്ട് കൊടുക്കൂല? അവർ നശിച്ചു എന്ന് പേടിച്ച്. അല്ലാഹുവിന്റെ സമ്പത്ത് കിട്ടിയ നാശാവും, അവരവരെ മക്കളെ നാശാവും. മനസ്സിലായില്ലേ? അല്ലാതെ ഇവർ വിചാരിച്ചതുപോലെയല്ല. ഇവർ വഞ്ചിതരാണ്. ഇനിയും വഞ്ചിതരുണ്ട് എന്ന്. അതേപോലെയാണ് വഞ്ചിതർ. രണ്ടാമത്തെ വിഭാഗം വഞ്ചിതര് അവരാരാ? ആളുകൾ സത്യവിശ്വാസികൾ തന്നെ, അള്ളാഹുവിലും റസൂലിലും ഖുർആനിലും ഒക്കെ വിശ്വസിച്ചിട്ടുണ്ട്. പക്ഷേ തമ്മാടികളായ വഞ്ചിതര്, തമ്മാടികള്. അള്ളാഹു എങ്ങനെയാണെന്നറിയാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശ്വാസമുണ്ട്, ഖുർആനെ വിശ്വാസമുണ്ട്, നന്മ തിന്മക്ക് വിശ്വാസം ഒക്കെ ഉണ്ട്. പക്ഷേ തമ്മാടികൾ. എന്നിട്ടൊരു അത്താണി കണ്ടെത്തും വഞ്ചിതർ. ഞാൻ പറഞ്ഞുതരാം. തമ്മാടികൾ. ആളുകൾ മുസ്ലിമീങ്ങൾ, പക്ഷെ തമ്മാടികൾ. മുഅ്മിനീങ്ങളിൽ തന്നെ തമ്മാടികളായ ആളുകളുടെ അവരും വഞ്ചിതരാണ്. അതെങ്ങനെ? അള്ളാഹു ഏകനാണ്, ഖുർആനാണ്, സ്വർഗ്ഗമുണ്ട് നരകമുണ്ട് ഒക്കെ അവർക്ക് അറിയാം. സ്വർഗ്ഗമുണ്ടെന്ന് അറിയാം, നരകമുണ്ടെന്നും അറിയാം. എന്നാലും വഞ്ചിതരാ. അതെങ്ങനെ വഞ്ചിതരാകാന്നറിയോ? അവർ അവർക്ക് ചിലപ്പോൾ നല്ല ബാപ്പാരുണ്ടാവും. ചിലപ്പോൾ അവർ വഞ്ചിത. എന്ത്? നമ്മൾ വല്യാപ്പ ഭയങ്കര ആളായിരുന്നു, ഭയങ്കര മാനായിരുന്നു. ഞാൻ ഈ നാട്ടിലെല്ലാരും എന്റെ വല്യാപ്പ പഠിപ്പിച്ചതാണ്. ഭയങ്കര മാലിമായിരുന്നു. ഒരു വെള്ളമൊക്കെ ഊതിയോട് കൊടുത്താല് പാമ്പട് കടിച്ച് അപ്പട് വെക്കും. ഭയങ്കര. വാപ്പി അങ്ങനെ തന്നെ. വാപ്പി ഭയങ്കര ആളേന്. വാപ്പാനെ തേടി വാങ്ങോണ്ട് കാളിയാരാകാൻ വേണ്ടി എത്ര ആളുകൾ വന്നിട്ട് നിരാശരായി മടങ്ങിപ്പോകും. പാപ്പാക്ക് കാളിപ്പണി ഞങ്ങൾ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് പാപ്പാന്റെ വെള്ളമൊക്കെ അങ്ങനെ കേട്ടാൽ പൊട്ടിക്കാരി. ഭയങ്കര പാപ്പായിരുന്നു. വല്യാപ്പ അതിനും വലിയ ആളേന്. വെള്ളമൊക്കെ ഊരി കൊടുത്താൽ മതി. പിന്നെ നമ്മളെ കാര്യത്തിലൊക്കെ ഓരോ വറക്കത്തോണ്ടൊക്കെ നമ്മളാണ് കഴിച്ചിലായി പോകും. അടുത്ത വഞ്ചിതന്. മനസ്സിലായില്ല? വൽപ്പത്തരം പറയും. ആര് വൽപ്പത്തരം? ഇവൻ അത്താണിയാണ്. ആര്? പാപ്പ. അതിന് വല്യാപ്പ. ഞാൻ ഔലിയാന്റെ പേരെ കുട്ടിയാന്ന് പറയാ. ഞാൻ ഔലിയാന്റെ പേരെ കുട്ടിയാണെന്ന് പറയാ. പണിയല്ല, കുതിരവിടൽ. ചില ആളുകൾ പറയും പള്ളിന്റെ അവിടെയുള്ള വലിയ മക്ബറ നമ്മളെ വല്യാപ്പാൻ്റാണ്. എന്താ പണി? കുതിരവിട. അതാണ് സഹായത്താല് നമ്മള് വല്യാപ്പാന്റെ ഒക്കെ വർക്കത്തോടെ നമ്മളാണ് പോകും.
വല്യാപ്പ ആരാ? നമ്മളെ വല്യാപ്പ പറഞ്ഞ ആരാന്നാ വിചാരിച്ച്? നമ്മളെ വല്യാപ്പാന്റെ ഭയങ്കര ആളായിരുന്നു. പഴയ കാലത്തെ വല്യാപ്പാന്റെ അടുത്ത് പുലികൾ വന്ന് കിടക്കായിരുന്നു. കാട്ടിൽ നിന്നുള്ള പുലികൾ വന്ന്, അങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. രാത്രി നേരം വെളുത്താവാൻ നോക്കിയ പുലികളെ ചവിട്ടടി ഉണ്ടാവും വല്യപ്പാന്റെ ഖബറിന്റെ അടുത്ത്. പുലിയൊക്കെ വരെ വല്യപ്പാന്റെ ഖബർ ഇഷ്ട. അങ്ങനത്തെ വല്യപ്പ ആരായിരുന്നു വല്യപ്പ? ചുട്ട കോയിനെ പ്രാപിക്കും തേനൊക്കെ ഭയങ്കര. അൽഹംദുലില്ലാ വല്യപ്പൊക്കെ അവിടെ ഉണ്ടാവുമല്ലോ. വല്യപ്പാന്റെ വർക്കത്തോണ്ടൊക്കെ നമ്മളൊക്കെ അത് കഴിച്ചില്ലോ. ഇവനെ പോലത്തെ വീട്ടിന്റെ പോയറ്റക്കാരൻ, വെള്ളത്തിൽ ആണിയടിക്കണ പോയറ്റക്കാരൻ, ഇവനല്ലേ വെള്ളത്തിൽ ആണിയടിക്കണ വീട്ടി. വല്യപ്പം നന്നായിട്ട് നിനക്കെന്താ കാര്യം? ഏതുപോലെയാണ് അത്? ഒരാൾ പറയും പോലെ അൽഹംദുലില്ലാ എന്റെ ബാപ്പ നല്ലോണം ചോറ് തിന്നിട്ടുണ്ട് എന്നറിയാം, അതുകൊണ്ട് എനിക്കൊരു കുഴപ്പം വരില്ല, എനിക്ക് പള്ളിയിൽ പോയിക്കൂല എന്ന് പറയും പോലെയാണ്. മനസ്സിലായില്ല? ഒരാൾ പറയാ എന്റെ നല്ലോണം ചോറ് തിന്നിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് വിശക്കൂല. എന്ത് വിഡ്ഢിയാണ് വിഡ്ഢിയല്ലോ. ബാപ്പ ചോറുന്നതുകൊണ്ട് മകന് വിശക്കാതിരിക്കോ? പറയും മനുഷ്യന്മാരെ, എന്താ നിങ്ങൾ വെറുതെ നോക്കിയിരിക്കണ്? ഒരു വഞ്ചിതരാണടാ. ഒരു വലിപ്പത്തരം പറയാം. ആരുടെ അത്താണി വലിപ്പത്തരം പറയല് മാത്രമല്ല കേട്ടോ, അത്താണി. അവരെ നെഫ്സിലെ അത്താണി, അവരെ ഊണിലും ഉറക്കലും ഉള്ള ചിന്തയാണ് ഈ പറയുന്നത്. എന്ത് നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. എൻ്റെ കുടുംബത്തിൽ പെട്ട ഞാലിന്ന ആളെ പേരക്കുട്ടിയാണ് ഞാൻ. അവരാണ് മറ്റേതുണ്ടാക്കിയത്, മറ്റേ അതുണ്ടാക്കിയത്. മറ്റേ അവിടുത്തെ വലിയ പള്ളിയില്ലേ, ആ പള്ളിൻ്റെ വല്യപ്പൻ്റെ ആണ്, മൂപ്പരാണ് എൻ്റെ വീട് കൊടുത്തത്. കാസർകോട്ടെ വല്യുള്ളി എൻ്റെ വല്യപ്പ ഉണ്ടാക്കിയത്. നാദാപുരത്തെ വല്യുള്ളി എൻ്റെ വല്യപ്പ ആണ് അതിന് സ്ഥലം കൊടുത്തത്. കുറ്റിച്ചിറ പള്ളി ഉണ്ടല്ലോ, അത് എൻ്റെ ബാപ്പാന്റെ കണ്ണമ്പറമ്പ് മയത്തുകാരെ മുഴുവനും എൻ്റെ വല്യപ്പ കൊടുത്തത്. അതിൻ്റെ ഒക്കെ ഒരു വർക്കത്തി നമുക്കുണ്ടാവുമല്ലോ. ഇതുപോലെ വല്യപ്പ ബാപ്പ നല്ലോണം തിന്നിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ആ വർക്കുള്ളതുകൊണ്ട് എനിക്ക് വയ്ക്കൂല. മനസ്സിലായില്ലേ? ഇവൻ വല്യപ്പാക്ക് ശഫാഅത്തിന് അധികാരം ഉണ്ടാവൂലേ? അത് വേറെ. ശഫാഅത്ത് കണ്ണടയാണ്. കാഴ്ചയില്ലാത്തവന് കണ്ണട വെച്ച കാര്യമില്ല, അതവന്റെ നെറ്റിമേൽ ഒരു ഭാരം എന്നല്ലാതെ. ഈ കളിച്ച് അവസാന ആശ്രി ഈമാൻ തന്നെ പോയി അക്ബത്ത് നാശായി ചത്തതാണെങ്കിലോ എന്ത് ശഫാഅത്ത്? പിന്നെ ശഫാഅത്താ? ഈമാൻ തന്നെ പുറത്തു പോലെ ഇല്ലാതെ ചിന്തിച്ച് അവസാനം അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. അങ്ങനെ പോയി നശിച്ചു. വളരെ ചിന്തിക്കണം. അവന്റെ കാര്യം ഇനി വല്യപ്പാനക്ക് ഇവന് കൊടുക്കാൻ മാത്രം ഉണ്ട് ആര് പറഞ്ഞു? വല്യപ്പാന്റെ അടുത്ത് ഇവന് കൊടുക്കാൻ മാത്രം ഉണ്ട് ആര് പറഞ്ഞു? വാപ്പാന്റെ അടുത്ത് ഇവന് കൊടുക്കാൻ മാത്രം അമലുണ്ട് ആര് പറഞ്ഞു? ഇതൊക്കെ വഞ്ചിതരായ ആളുകളുടെ ഉദാഹരണങ്ങളാണ്. എന്നാൽ ഇവർക്ക് സ്വർഗാവകാശിയാകാം, പക്ഷെ ഇവർ വല്യപ്പയിൽ വഞ്ചിതരായി, ബാപ്പയിൽ വഞ്ചിതരായി. ഇവന് ബാധ്യത സുഹൃത്തോടാൻ കിട്ടൂല. എന്നിട്ട് അവൻ എന്ത് പറയാ? പഠിച്ചിട്ടില്ല, പഠിക്കാൻ കഴിയും, ഒരു ദിവസം ഞാൻ ബാധ്യത സുഹൃത്തോടിക്കാം, പക്ഷെ പഠിച്ചിട്ടില്ല. ഇവന് യാസീൻ അറിയില്ല, യാസീൻ ഓട്ടുമില്ല. എന്നിട്ട് എന്ത് പറയാ? ഈ നാട്ടിലെ പഴയ കാലത്തെ എല്ലാ മനുഷ്യന്മാരും യാസീൻ പഠിപ്പിച്ച എന്റെ വല്യപ്പ എന്ന് പറയാം. ഇവിടെ ചിന്തിക്കണം. ഏതുപോലെ ബാപ്പാന്റെ പേര് പറയാ, വല്യപ്പാന്റെ പേര് പറയാ എന്ന് ഇമാം ഗസാലി തങ്ങൾ പറയാണ്, തഖ്വ എന്നുള്ളത് എല്ലാവർക്കും ഉണ്ടാകേണ്ടതാണ്. ഒരു വല്യപ്പാക്ക് മതിയാവൂല, ഒരു ബാപ്പാക്ക് മതിയാവുകയില്ല. അത് ബാപ്പാക്കുള്ളത് പോലെ വല്യപ്പാക്ക് ഉണ്ടാവണം, വല്യപ്പാക്കുണ്ടതുപോലെ ബാപ്പാക്ക് ഉണ്ടാവണം, വല്യപ്പാക്ക് ബാപ്പാക്കുള്ളതുപോലെ മകനും പേരമകനും ഫർള് ഐനാണ്. മനസ്സിലാവണില്ലേ പറഞ്ഞത്? ഫർള് ഐനാണ്, ഒരാൾക്ക് ഇന്ന് ഒഴിവാക്കാൻ കഴിയില്ല. ബാപ്പാന്റെ തഖ്വ കൊണ്ട് രക്ഷപ്പെടുമെന്ന് വിചാരിക്കുന്ന ഒരുത്തൻ കമൻ ലന്ന അന്നഹു യശ്ബഉ ബി അക്ലി അബീഹി, ബാപ്പ തിന്നത് കൊണ്ട് എനിക്ക് വയറ് നിറയും എന്ന് പറഞ്ഞതിനെ പോലെയാണ്. സലിമാമിന്റെ ഉപമയാ, എന്റെ ഉപമയല്ല. എന്ത് ഒരാൾ പറയാമൻ ഖാല ഇന്നി അന അൻജു ബി തഖ്വ അബി, ഞാൻ എന്റെ ബാപ്പാന്റെ
തക്കൊണ്ട് രക്ഷപ്പെടും എന്നൊരാൾ പറയുകയാണെങ്കിൽ കമൻ വന്ന അന്നോ യശ്ബഉ ബി അക്ലി അബീഹി, മനസ്സിലായില്ലേ? ബാപ്പ തിന്നതുകൊണ്ട് എനിക്ക് വയറ് നിറയും എന്ന് പറഞ്ഞ പോലെയാണ്. ബാപ്പാന്റെ തഖ്വ കൊണ്ട് ഞാൻ രക്ഷപ്പെടും എന്ന് പറയുന്നത് ബാപ്പ തിന്നതുകൊണ്ട് എനിക്ക് പള്ള നിറയും എന്ന് പറഞ്ഞതുപോലെയാണ്. ആര് പറയാ? ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു. വഞ്ചിതരാകണ്ട, വഞ്ചിതരാകണ്ട. ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയാ, ഐഹിക ജീവിതം ചതിക്കരുത്, വഞ്ചിതരാകേണ്ട എന്ന്. കമൻ ലന്ന അന്നഹു യസ്മഉ ബി അക്ലി അബീഹി, ബാപ്പ തിന്നതുകൊണ്ട് എനിക്ക് വയറ് നിറയും എന്ന് പറയാ. ഔ യർവാ ബി ശുർബി അബീഹി ഔ ഉമ്മിഹി, ബാപ്പയും ഉമ്മയോ കുടിച്ചതുകൊണ്ട് എന്റെ ദാഹം മാറും എന്ന് പറയാ. ബാപ്പയും ഉമ്മയും തിന്നതുകൊണ്ട് എന്റെ വിശപ്പ് മാറും, എനിക്ക് പള്ള നിറയും എന്ന് പറയും പോലെയാണത്. ബാപ്പയും എന്തെന്നാ എനിക്ക് പള്ള നിറയുന്നത്, എന്റെ വയറ് നിറയും എന്ന് പറയാ എന്ന് ചിന്തിക്കണം, ചിന്തിക്കണം, വളരെ ചിന്തിക്കണം. ഈ പറയുന്നത് വളരെ ചിന്തിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് പൊരുത്തപ്പെട്ട മുത്തഖീങ്ങളായ മുഅ്മിനീങ്ങളിൽ നമ്മളെ ചേർത്ത് തരട്ടെ എന്ന്. വഞ്ചിതര് നമ്മൾ ആദ്യേ ഈ പുതിയ നമുക്കുള്ളതാണോ തീരുമാനിക്കണം, എന്നിട്ട് അവളെ പൗര് കേട്ടാൽ മതി. മനസ്സിലായോ പറഞ്ഞത്? അവിടെ അവളും പറഞ്ഞു, അവിടെ വാപ്പിയും പറഞ്ഞു കൊന്ത്രമ്പല്ലുള്ളവർക്ക് കെട്ടിച്ചു കൊടുക്കൂല, നമുക്ക് കൊന്ത്രമ്പല്ല. പിന്നെ നമ്മൾ എന്തിനാണ് ആ പല്ല് മാറ്റി വെക്കാൻ ഓളെ കൊതിച്ചു നടക്കണം? മനസ്സിലായി പറഞ്ഞ? അവളെ കെട്ടാനുള്ള ലോ ആൻഡ് പ്രിൻസിപ്പിൾസിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇന്ന ആര് കെട്ടാണെങ്കിലും അവൻ എന്തുണ്ടാകരുത് പറയടാ, എന്തുണ്ടാകരുത്, കൊന്ത്രമ്പല്ലുണ്ടാകരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളോ കൊന്ത്രമ്പല്ല് മാറ്റാൻ നോക്കില്ല. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഓളം പോരിശ കേൾക്കല്ല. മനസ്സിലായില്ല? ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്കടോ, ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്കടോ. മനസ്സിലാണ്ട് പറഞ്ഞത്? നമ്മള് അവളെ പോരിശ കേൾക്കല്ല വേണ്ട, നമ്മൾ എന്താ വേണ്ടത് പറയടാ, നമ്മളെ കൊന്ത്രമ്പല്ല് മാറ്റണടോ. നമ്മളെ ഒരു പല്ലിന്റെ മേലെ വേറെ പല്ല് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഒരു കോലത്തിലായിട്ട് ഇങ്ങനെ പൊന്തിച്ചെടുക്കണം. മനസ്സിലായോ? മര്യാദക്ക് പല്ലുണ്ടായിട്ട് തന്നെ അവള് ഇറക്കി വിട്ടിട്ടുണ്ട്. അതെനിക്ക് വെച്ചില്ല. മനസ്സിലായോ? കൊന്ത്രമ്പല്ലെന്നാണ് ചെല്ലാൻ വെച്ചു. നമ്മക്ക് എന്താ ഉള്ളത് പറയടാ കുട്ടി, എന്താ നോക്കിയിരിക്കണേ, നമുക്ക് എന്താ ഉള്ളത് കൊന്ത്രമ്പല്ല്. മനസ്സിലായോ പറഞ്ഞത്? പിന്നീട് നമ്മൾ ബ്രോക്കറോട് വളെ പോലീസ് എന്ന് പറയുന്ന അതിലെന്ത് മേനയുള്ളത്, അതിലെന്താ അർത്ഥമുള്ളത്? നമ്മൾ ആദ്യം വേണ്ടത് കൊന്ത്രമ്പല്ല് മാറ്റാൻ ആശുപത്രി ഉണ്ടാവും, ദന്താശുപത്രി. കണ്ടിട്ടില്ലേ ദന്താശുപത്രി? അവിടെ പോയി ചോദിക്കുക, എന്ത് ഇതൊന്ന് പ്ലാസ്റ്റിക് സർജറി ചെയ്യുക, അല്ലെങ്കിൽ ഈ കൊന്ത്രമ്പല്ലൊന്ന് മാറ്റിയിട്ട് നല്ലൊരു പല്ല് വെച്ചൊന്ന് വൃത്തിയാക്കുക. അവിടെ ഡോക്ടർ പറഞ്ഞു എന്ത് അതിനെ കുറച്ച് പണിയുണ്ട്, 1.5 ലക്ഷം റുപ്യ ചെലവാ. ആയിക്കോട്ടെ, കാരണം രാജാവിന്റെ വാളയാ കിട്ടണം. പിന്നെ ഒരു 1.5 ലക്ഷം കൂടെ ചെലവാക്കിയ പ്രശ്നമൊന്നുമില്ല. മനസ്സിലായോ പറഞ്ഞത്? കണ്ട നല്ല നേരെ ഒത്ത പല്ലാകണം. കുറച്ച് വേദന സഹിക്കേണ്ടി വരും. വേദന സഹിക്കാം, കുഴപ്പമില്ല. കാരണം എന്തുകൊണ്ട് അതിന് ശേഷം വരുന്ന സുഖത്തിന് കൈയും കണക്കില്ല. മനസ്സിലായോ? പിന്നെ നല്ലൊരുക്കുണ്ടാവും, ചൂടുവെള്ളം കുടിക്കാൻ പറ്റില്ല 6 മാസം. ആയിക്കോട്ടെ, ഒന്നും കുഴപ്പമില്ല. എന്തുകൊണ്ട്? അതൊക്കെ നമുക്ക് സഹിക്കാം. എല്ലാം കഴിഞ്ഞ് 1.5 ലക്ഷം ചെലവാക്കി നല്ല വെരിയൊത്ത പല്ലൊക്കെ വെച്ച ശേഷം നമ്മൾ ആളെ ആകെ മാറി, നല്ല കോലം, നല്ല കൊന്ത്രമ്പൊന്നുമില്ല, ഭയങ്കര വൃത്തി, നല്ല നല്ല നേരത്തെ പല്ല് ഇതൊക്കെ വെച്ച് വൃത്തിയായിട്ട് നമ്മൾ ചെന്നിട്ട് ഇത് ബ്രോക്കറോട് പറഞ്ഞ് ഇനി അതിന്റെ ഓളെ പോലീസ് എന്ന് പറയും. എന്തൊക്കെയാ ഓളെ വർത്താനം? അപ്പൊ അയാൾ പറയും എഡ്യൂക്കേറ്റഡ് ആണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ്. അത് കേൾക്കാൻ നല്ല സുഖം. എന്തുകൊണ്ട്? നമുക്ക് അന്വേഷിക്കുക എങ്ങനെ ചെയ്യാനോ. മനസ്സിലായോ? നേരത്തെ നമുക്ക് അടിസ്ഥാന യോഗ്യത തന്നെയല്ല. എന്നിട്ട് ഈ കൊന്ത്രമ്പല്ലും വെച്ചിട്ട് ബ്രോക്കർ പറയണ എങ്ങനെ കേൾക്കാം? തിരക്കിടില്ല, നമുക്ക് കിട്ടും. ഇത് മനസ്സിലായോ പറഞ്ഞത്? നമ്മളൊക്കെ അതാണ്. രാജാവിന്റെ മകളെ കൊന്ത്രമ്പല്ലും വെച്ചിട്ട് സുന്ദരിയായ നല്ല മനോഹരമായ നിരയൊത്ത പല്ലുള്ള രാജാവിന്റെ അതിസുന്ദരിയായ രാജകുമാരന്മാരല്ല മത്സരിച്ച് മൈതാനത്തിറങ്ങാൻ കാത്തു നിൽക്കുന്ന അതിസുന്ദരിയായ പെണ്ണിനെ ഈ കൊന്ത്രമ്പല്ലനായി നമ്മള് കെട്ടാൻ വേണ്ടി പോലീസ് കേൾക്കുന്നത് പോലെയാണ്. അവളെ ഗേറ്റിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴത്തിന് തന്നെ ഒരു ചവിട്ടാണ് കിട്ടുക. പാറവരുടെ എന്തിനാ വന്ന്
കല്യാണത്തിന്റെ റിസപ്ഷനിൽ വരെ എന്നെ വിളിക്കൂല, കാരണം എനിക്ക് പല്ല് ശരിയില്ല. പുതിയാപ്പിള പിന്നല്ലേ, കാരണം എന്നെ പോലത്തെ ഒരു ഫോട്ടോത്തിൽ കയറിയ ഫോട്ടോത്തിൽ ഒതുങ്ങൂല, പല്ലൊക്കെ ഫോട്ടോത്തിന് കുറച്ച് പുറത്താവും. മനസ്സിലായില്ലേ? രാജാവിന്റെ പറയുമ്പോൾ വലിയ ഫോട്ടോ നടക്കും, വലിയ ഫോട്ടോ ഉണ്ടാവും, വലിയ വലിയ ആളുകൾക്ക് അയച്ചു കൊടുക്കേണ്ട ഫോട്ടോ ആണ്. അതുകൊണ്ട് ഈ കൊന്ത്രപ്പല്ലനായ എന്നെ മകളെ കെട്ടിക്കണ സദ്യക്കണ രാജാവ് വിളിക്കൂല. എന്നിട്ടാണോ ഈ കൊന്ത്രപ്പല്ലം വെച്ചിട്ട് ഈ രാജാവിന്റെ മോളെ കെട്ടപ്പോണ്? ഇതാണ് നമ്മള്. അവൾ സ്വർഗം എങ്ങനെ കേട്ടോ കിട്ടും. കോലെന്താ, വർത്താനെന്താ? ദോഷികൾ കള്ളുടിക്കും, വ്യഭിചരിക്കും, വൃത്തിയടിയും, തോന്നിയാസം ചെയ്യും. ആരാന്റെ കപ്പം മാന്തും, ഗീബത്ത് പറയും, നമീമത്ത് പറയും, തോന്നിയാസം പറയും. എന്നിട്ട് ബല്ലിപ്പാന്റെ വൽപ്പത്രം പറഞ്ഞെടുക്കുക. മനസ്സിലായോ പറഞ്ഞത്? ഇതന്നെ, അതൊക്കെ തന്നെ നമ്മള്. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. ഖുർആനിലും ഹദീസിലും സ്വർഗത്തിന്റെ വേലമ്പാടുണ്ടെങ്കിൽ നമുക്കുണ്ട്. നമ്മളതിനാണ് യോഗ്യനാകട്ടെ. ആവറേജ് നമ്മളൊന്ന് ലെവലായാലല്ലേ ഒന്ന് പരിഗണിക്കണേ എന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലാഹു തൗഫീഖ്. എന്നാ പരിഗണിക്കാൻ കോലമാറ്റം വഴിയിലെ പറ്റും. ഡോക്ടർ പറഞ്ഞു, എന്നെ ചൊറുക്കൻ രാജകുമാരന്മാരെക്കാൾ ഞാൻ ചൊറുക്കിലാക്കി തരാം. അപ്പോൾ എന്ത് ചെയ്യണം? അങ്ങനത്തെ ഡോക്ടറെ അടുത്ത് വിദ്യനാകണം. മനസ്സിലായില്ലേ പറഞ്ഞത്? മനുഷ്യന്മാരെ നന്നാക്കുന്ന ശൈഖന്മാരുണ്ട്, ആലിമീങ്ങളുണ്ട്, സാലിഹ്യങ്ങളുണ്ട്. അവരെ കൂടെ കൂടി നമ്മൾ നന്നാവും. കണ്യത്തിന്റെ കൂടെ കൂടി നന്നാവും, സാലിഹ്യങ്ങളെ കൂടി നന്നാവും. ഇപ്പൊ കൂടൂല. എന്തുകൊണ്ട്? അവരെ കൂടെ കൂടിയാൽ നമ്മളെ പല ദുശ്ശീലങ്ങളും ഒഴിവാക്കേണ്ടി വരും. അതിന് ആവൂല. എന്നിട്ട് വല്യാപ്പാന്റെ വൽപ്പത്രം പറഞ്ഞു നടക്കാം. കണ്യത്തിന്റെ ഉസ്താദായിരുന്നു എന്റെ വല്യാപ്പ. അങ്ങനെ പറയുന്നത് ഇവിടെ ഉണ്ട്, ഈ പരിസരത്തുണ്ട്. എനിക്കറിയാം. ഒരു മോശന്നല്ല പറഞ്ഞർത്ഥം, നല്ലവരാന്നും അല്ല പറഞ്ഞർത്ഥം. അതൊന്നും എനിക്കറിയില്ല. പക്ഷേ പറയണം, കണ്യത്തിന്റെ ഉസ്താദായിരുന്നു എന്റെ വാപ്പ, എന്റെ വല്യാപ്പ. ആയിക്കോട്ടെ, നിനക്കെന്താ? വല്യാപ്പൊക്കെ കൂലിയിട്ട് നല്ലത്. നിനക്കെന്താടോ? നിന്റെ വല്യപ്പ കണ്യത്തിന്റെ ഉസ്താദായിട്ട് നിനക്കെന്താ കാര്യം? നിനക്കെന്താ പണി? വൈകുന്നേരം കളി ഷാപ്പിൽ പോയിട്ട് കിടന്നുറങ്ങിട്ട് കാല് ലാമൽഫാക്കി പോരുക. നല്ല പണി. تمنى وتمنى على الله فلا تغرنكم الحياة الدنيا ഐഹിക ജീവിതത്തിൽ വഞ്ചിതനാവണ്ട. ഐഹിക ജീവിതം നിങ്ങളെ ചതിക്കുന്നത് ശ്രദ്ധിക്കണം. മനസ്സിലായോ? നമ്മൾ നന്നാവാൻ നോക്കുക. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഉറക്കെ പറ, അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ്. നമ്മൾ നന്നാവുക. നിങ്ങളൊക്കെ വല്യപ്പ നന്നാവും, നന്നായിട്ടുണ്ടാവാം. എൻ്റെ വല്യപ്പ നല്ല ആളായിരുന്നു, അതുകൊണ്ട് എനിക്കെന്ത് കാര്യം? എൻ്റെ വല്യപ്പ ഞങ്ങൾ പറഞ്ഞില്ലേ നല്ല മനുഷ്യനായിരുന്നു. ഞാൻ നന്നാവണം. വല്യപ്പ നന്നായ വല്യപ്പൻ്റെ ഖബർ സുഖം, ഞാൻ നന്നായ എൻ്റെ ഖബർ സുഖം, എൻ്റെ മകൻ നന്നായ അവരെ ഖബർ സുഖം. അല്ലേ? അങ്ങനെ തന്നെയല്ലേ കുട്ടികളെ? എന്ത് കാര്യമുണ്ട്? എന്താ കാര്യം? എൻ്റെ വല്യപ്പ എൻ്റെ മനുഷ്യനായിരുന്നു, അതുകൊണ്ട് എനിക്കെന്ത് കാര്യം? ഞാൻ നന്നായ എനിക്ക് കാര്യം, വല്യപ്പ നന്നായ വല്യപ്പ കാര്യം. ഷഫായത്തൊക്കെ ലാസ്റ്റ് കിടക്കല്ലേ? ഞാൻ നന്നാണ്, ഞാൻ നന്നാണ്ടേ? അള്ളാന്റെ കിതാബിൽ അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളാരും പേടിക്കണ്ട കേട്ടോ, ഷഫായത്ത് ഉണ്ടാവും, നിങ്ങൾക്ക് ഒരു കുഴപ്പം വരില്ല. ഇതൊക്കെ ലാസ്റ്റ് അവസാനമുള്ള ഓപ്ഷനല്ലേ? മനസ്സിലായില്ല പറഞ്ഞാൽ പാസ് മാർക്ക് കൊടുക്കാൻ വേണ്ടി കുട്ടിക്ക് 2 മാർക്കിന്റെ കമ്മിയുണ്ട്. അപ്പോൾ പ്രിൻസിപ്പൾ എന്ത് തീരുമാനിച്ചു? ഓട്ടം ചാട്ടത്തിൽ കഴിഞ്ഞ പ്രാവശ്യം ഈ സ്കൂളിലേക്ക് മെഡൽ വാങ്ങിയ കുട്ടിയായതുകൊണ്ട് പ്രിൻസിപ്പൾ എഴുതി കൊടുത്തു, കയറ്റി. അതൊക്കെ പിന്നെ മനസ്സിലായോ? പരീക്ഷ എഴുതിയിട്ടില്ല. എന്നിട്ടോ നിങ്ങൾ പിന്നെ ഓട്ടം ചാട്ടത്തിൽ മെഡലിനെ ജയിപ്പിക്കോ പ്രിൻസിപ്പൾ? മനസ്സിലായില്ല? പാസ് മാർക്കിന് 10 മാർക്ക് കുറവുണ്ട്. അപ്പോൾ പിന്നെ പ്രിൻസിപ്പൾ അവിടെ പരിഗണിക്കും, എന്ത് നമ്മുടെ സ്കൂളിൽ മെഡൽ വാങ്ങിയ കുട്ടിയാ, ആ കുട്ടി പരാജയപ്പെടരുത്, അതിനൊരു വേഷം കൂട്ടി കൊടുക്കും. ആ മെഡലിനുള്ള ആ അധ്വാനത്തിൽ മറ്റും ചില പാഠങ്ങളൊന്നും പഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല, അത് കൂട്ടി കൊടുക്കും. പാസ് മാർക്ക് കയറ്റി. എന്തേ? പാസ് മാർക്കിന്റെ പകുതിയും ഇല്ല, കാലുമില്ല, മുക്കാലുമില്ല. ഒയപ്പനാണ്, മര്യാദക്ക് സ്കൂളിൽ വന്നിട്ടില്ല. സ്കൂളിൽ വന്നാൽ തന്നെ ക്ലാസ് കട്ട് ചെയ്ത് അടുത്ത പീടിയിൽ പോയി പീടി വലിച്ചിരിക്കും. അങ്ങനത്തെ ആളുകളുണ്ടല്ലോ. നേരെ സ്കൂളിൽ കൊണ്ടുപോയി ബുക്ക് വെച്ചിട്ട് നേരെ അപ്പുറത്ത് പോയി സ്കൂളിന്റെ മുന്നിലുള്ള ചായപ്പീടിയിൽ പീടി വലിച്ചിരിക്കും. അങ്ങനത്തെ ഒരു ഇവൻ 4 ഓട്ടോ ചാട്ടത്തിൽ പന്തിന്റെ പിന്നാലെ ഓടി എന്നതിന്റെ പേരിൽ ഇവനെ ജയിപ്പിക്കേണ്ട ബാധ്യത പ്രിൻസിപ്പളിനുണ്ടോ? എന്നിട്ട് പിന്നെ പറയാ എന്ത്? ഇവൻ പറയാ, വയപ്പണവൻ പറയാ, നമ്മളൊക്കെ നല്ല മെഡൽ വാങ്ങിയ ആളാണ്, നമ്മക്ക് അങ്ങനത്തെ സൗകര്യം ഉണ്ടാവും, നമ്മളൊക്കെ ജയിക്കും. അതെന്ത് വർത്താനം?
നിനക്ക് പാടത്ത് കന്നുകൂട്ടാൻ പോകാം, സ്കൂളിലേക്കില്ല. ഇവിടെ ചിന്തിക്കണം, വല്യപ്പ അങ്ങനെയാണ്, വാപ്പ അങ്ങനെയാണ് എന്ന് പറയരുത്. ഈ കാര്യം എന്ന് ഇതൊക്കെ മനുഷ്യന്റെ. വേറെ ചില ആളുകളുണ്ട് വഞ്ചിതരായ, വേറെയും ചില ആളുകളുണ്ട്. ചില ആളുകളുണ്ട് വഞ്ചിതരാണ്. എങ്ങനെ? ചില ആളുകൾക്ക് ത്വാഅത്തും ഉണ്ടാകും, ദോഷം ഉണ്ടാവും, നന്മയുണ്ടാവും, തിന്മയുണ്ടാവും. അവരും വഞ്ചിതരാണ്. നന്മയുമുണ്ട്, നന്മയുണ്ട്, തിന്മയുമുണ്ട്. ഇല്ല അന്ന മആസിഹിം അക്തറു, പക്ഷെ ദോഷമായിരിക്കും കൂടുതൽ. എന്നിട്ട് അവരെന്ത് പറയാ? ഓഹും യതവക്കഉനൽ മഗ്ഫിറത, അതൊക്കെ അല്ലാഹു പുറത്തുതരും. നന്മയുണ്ട് പറയും, നന്മയുണ്ട്, തിന്മയുണ്ട്. കൂടുതൽ എന്താ? തിന്മ. എന്നിട്ട് അവർ യതവക്കഉനൽ മഗ്ഫിറ, അല്ലാഹു പുറത്തുതരും എന്ന് പറയും. അതൊക്കെ അല്ലാഹു പുറത്തുതരും, സാരമില്ല, അതൊക്കെ അല്ലാഹു പുറത്തുതരും. നന്മയുണ്ട്, തിന്മയുണ്ട്. ഭാര്യക്കുണ്ട് നന്മയും തിന്മയും, ഭർത്താവിനോട് നന്മയും തിന്മയും. പക്ഷേ തിന്മയാണ് കൂടുതലെന്നിരിക്കട്ടെ. ഇനി അതൊന്നും കണക്കാക്കാൻ നമ്മളെ പോലത്തെ കഴിയുകയുമില്ല. അത് കുറവാണോ കൂടുതലാണോ എന്ന് അവിടെ തിരിയുള്ളൂ. ഇവിടെ അതിന്റെ തെർമോമീറ്റർ ഇവിടെ ഇല്ല. ചിലപ്പോൾ 1000 കോടാനക്കോടി നന്മയെ നശിപ്പിക്കാൻ ഒരു തിന്മ മതിയോ? മനസ്സിലായോ പറഞ്ഞത്? എറണാകുളത്ത് ഒരു അനധികൃതമായി ഉണ്ടാക്കിയൊരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു. കേട്ടില്ലേ? എന്തായാലും പേര് മരട്. ഓ അൽഹംദുലില്ലാ, നിങ്ങൾക്കൊക്കെ അറിയാലോ പഠിച്ചാണ്. മരട് ആയിക്കോട്ടെ. ആ മരട് എത്ര തൊഴിലാളികളെ വെച്ച് എത്ര കാലം കൊണ്ടുണ്ടാക്കിയ മരട്. പക്ഷേ ഒരു ഡൈനാമിന് സെക്കൻഡ് കഴിഞ്ഞ്. ഇതാണ് ചില നന്മയും ചില തിന്മയും. 50 കൊല്ലം കൊണ്ടുണ്ടാക്കിയ നന്മക്ക് ഒരു തിന്മന്റെ ഡൈനാമോ മതിയോ? എന്നിട്ട് വലുപ്പത്തിൽ പറഞ്ഞ അങ്ങനെ നടക്കും. അതൊന്നും സാരല്ല, ഒക്കെ അവിടെ ജയിക്കും. ചില തിന്മണ്ട്, ആ തിന്മ ഒരു ഡൈനാമോയിൽ ഇരിക്കും. ഒരു മരടിനെ പൊളിക്കാൻ ഇത്ര പോകുന്ന ഡൈനാമിന് കഴിയുമെങ്കിൽ ചില തിന്മ അങ്ങനെ തന്നെ ഇരിക്കും. മനസ്സിലായോ? ശ്രദ്ധിക്കാത്ത മനസ്സിലായോ? എന്തോ ഒരു തിന്മ സാധുവിനെ ഉപദ്രവിച്ചിട്ടുണ്ട്. ദൈവേന്ന് പറഞ്ഞു. ഏതോ ഒരു ലക്ഷ്മി നടത്തിയെ ഉപദ്രവിച്ചു, അല്ലെങ്കിൽ അബ്ദുറഹ്മാനെ ഉപദ്രവിച്ചു, അല്ലെങ്കിൽ മാധവനെ ഉപദ്രവിച്ചു, അല്ലെങ്കിൽ തോമസിനെ ഉപദ്രവിച്ചു, അല്ലെങ്കിൽ മഹമ്മദിനെ ഉപദ്രവിച്ചു. അതൊക്കെ സാധുക്കളാ. പഠിച്ചോനെയാർ ലക്ഷ്മി നടത്തി എന്ത് പറഞ്ഞു? ദൈവേന്ന് പറഞ്ഞു. എതിരെ ചെയ്യാൻ അതിന് കഴിയില്ല. ഇവന്റെ 36 കൊല്ലത്തെ ഹജ്ജ് നശിപ്പിക്കാൻ ലക്ഷ്മി നടത്തിയുടെ ദൈവേ എന്ന വാക്ക് മതിയാവും. എന്റെ സൃഷ്ടികളെല്ലാം അള്ളാഹുവിന്റെ ആശ്രിതരാണ്. അതും അള്ളാന്റെ ആളന്നെയാ, അള്ളാന്റെ സൃഷ്ടി തന്നെയാ. മനസ്സിലായോ പറഞ്ഞത്? ദൈവേ മനസ്സിലായില്ലേ? ചിന്തിക്കണം. എന്തെങ്കിലും ചില വാക്കേണ്ട ആവശ്യമുണ്ട്. കുട്ടിക്ക് സ്കൂളിലേക്ക് ബുക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു വാഴക്കല കൊണ്ടുപോയി പീടിയെ കൊടുത്തു. ആ വാഴക്കല തൂക്കി എത്രക്കുണ്ട്? ആ വാഴക്കല 250-300 റുപ്യൊക്കെ ഉണ്ട്. പൈസക്ക് എന്നപ്പോ പറഞ്ഞു, ഇല്ല അത് അച്ഛൻ എനിക്ക് പഴയ കണക്കിൽ 600 റുപ്യ തരാണ്ട്. അച്ഛൻ 3 കൊല്ലം മരിച്ചു പോയതാ. പറഞ്ഞത് ശരിയാ. മനസ്സിലായില്ലേ? പുനാരാ ആ നാട്ടിലെ വലിയ മുതലാളിയാ. വാഴക്കല പീടികയിൽ ലക്ഷ്മിയെ എടുത്ത് എന്ത് ചെയ്ത് ഒരു വാഴക്കല കൊണ്ടുപോയി കൊടുത്തു. കാരണം എന്താ? കുട്ടി കരഞ്ഞിട്ട് 2 ദിവസമായി സ്കൂളിൽ പോയിട്ടില്ല, നോട്ട് ബുക്ക് വാങ്ങണം, ഫീസ് അടക്കണം, പൈസ ഇല്ല. അപ്പൊ പോലെ ഇടത്തിലാകെ 5 സെന്റിലുള്ള ഒരു മുതൽ എന്താ? ഒരു വാഴക്കൊലയാണ്. ആ വാഴക്കൊല വെട്ടിയിട്ട് വാഴക്കൊല പീടിക കൊടുത്തു. അവിടെ ആചാരി ഇരിക്കുന്നുണ്ട്, 35 അച്ചീത് ആചാരി. വാഴക്കൊല തൂക്കി സ്വീകരിച്ചു. എത്ര? 300 റുപ്യ ഉണ്ട്. പൈസ ഉണ്ട്. അത് നിങ്ങളെ ഭർത്താവ് ഇവിടെ പഴയ കണക്കിൽ 100 തരാണ്ട്. അത് പിന്നെ നോക്കാം. കുട്ടിക്ക് ഫീസ് അടച്ചില്ല, അങ്ങനെ പറയാൻ പറ്റില്ല. പിടിക്കുമ്പോൾ പിടിക്കാൻ കഴിച്ചുള്ളൂ, കിട്ടുമ്പോൾ കിട്ടുള്ളൂ. നാട്ടിലെ തോട്ടമൊക്കെ വേണ്ടതാ, ഗൾഫിലെ കച്ചവടമൊക്കെ വേണ്ടതാ. ചില ആളുകൾ പോയിരുന്നാൽ പോലെ വരുമാനത്തിന് വലുപ്പത്തിന് അങ്ങനെ പറയും. ഗൾഫിലെ കച്ചവടമൊക്കെ വേണ്ടതാണ്, അവൻ്റെ മറ്റേ വേണ്ടതാണ്. ഒരു ഹൈറ് പറഞ്ഞാൽ 2000 റുപ്യ വരും.
അങ്ങനത്തെ ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്, കൊല്ലം കണ്ടിട്ടുണ്ട്. അവൻ്റെ വർത്താനൊക്കെ കേട്ടാൽ നമ്മൾ വിചാരിക്കും അവൻ്റെ കയ്യിൽ നിന്ന് 10 ലക്ഷം ഉറുപ്പിക കിട്ടും. 2000 ഉറുപ്പിക. ഒരു ലോഡ് മെറ്റലിൻ്റെ വക, ഒരു ലോഡ് മെറ്റൽ എത്ര 2000 ഉറുപ്പിക, 4000 ഉറുപ്പിക. അവൻ്റെ വർത്താനം കേട്ടാലോ ഒരു ദിവസത്തിൽ 5 ലക്ഷം ഉറുപ്പിക വരുമാനം ഉണ്ടാവും. കുതിരയാക്ക, മനുഷ്യനെ കുതിരയാക്ക. മനസ്സിലായ പറഞ്ഞത്? ഈ ലക്ഷ്മി അടുത്ത് എന്ത് പറയാ? ഈ ലക്ഷ്മി അടുത്ത് എന്ത് പറയാ? ദൈവേ തിരിച്ചു വന്നപ്പോ അങ്ങനെ പറയില്ലേ ആചാര്യ, നിങ്ങൾ തരും. കുട്ടിക്ക് ഫീസ് അടച്ചിട്ടില്ല, ബുക്ക് വാങ്ങിയിട്ടില്ല, അതൊന്നും പറയാൻ പറ്റില്ല. എൻ്റെ പൈസ എനിക്ക് കിട്ടുമ്പോൾ പിടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ കണ്ണുനീരോടുകൂടെ തിരിച്ചു വന്നു. ദൈവേറും ആ ദൈവേ മതിയാവും പിന്നെ 35 കൊല്ലത്തെ ഹജ്ജ് പോകാൻ. എന്തേ അല്ല നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പറഞ്ഞ മനസ്സിലായോ? എന്തുകൊണ്ട്? റഹ്മാനായ റബ്ബിന്റെ അടിമയാണ് ഈ ലക്ഷ്മി എടുത്തിയും. മനസ്സിലായോ പറഞ്ഞത്? അതുകൊണ്ട് മരട് പൊടിച്ചതുപോലെ 50 കൊല്ലത്തെ ഹജ്ജ് കളയാൻ ഇത്ര പോന്നൊരു ദൈനാമായ ഒരു തിന്മ മടിയാവും. പറഞ്ഞ ന്യായ, പക്ഷെ കരുണല്ല. മൻ റഹിമ റഹിമ, അങ്ങോട്ട് കരുണ കൊടുത്തവർക്ക് ഇങ്ങോട്ട് കരുണ കിട്ടേണ്ട ബാധ്യതയുള്ളൂ പടച്ചോന്. മനസ്സിലായോ? അപ്പൊ ഇവൻ പറയേണ്ട എന്താ? നിങ്ങളെ ഭർത്താവിന്റെ ബാധ്യതയൊക്കെ ഇവിടെ 2 ലക്ഷം എടുത്തി, അതൊന്നും സാരല്ല, അതൊക്കെ നമ്മുടെ കാര്യമുള്ളൂ, വിഷമല്ല. നിങ്ങൾ എന്തിനാ കുട്ടിക്ക് സ്കൂളിൽ പോയി 2 ദിവസം സ്കൂളിൽ പോയിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തിനെ വായക്കൊല മൂക്കുന്നവരെ കത്തു? നിങ്ങൾ എന്താ വായക്കൊല ഇല്ലെങ്കിൽ ഇവിടെ പൈസ ഇല്ലേ? നിങ്ങൾ ഇന്നോടൊന്നും പറയണ്ടേ? എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ചാൽ നമുക്കും കഴിയുമല്ലോ. കുട്ടികളെ സ്കൂൾ എന്തിനാ ഞങ്ങൾ മുടക്കിയത്? മനസ്സിലായി പറഞ്ഞത്? നിങ്ങൾ എന്താ പിടിച്ചോളി 1000 റുപ്യ, എന്താ വേണ്ടതൊക്കെ ചെയ്താളി. വയക്കുല ആ കുട്ടികളെ വയക്കുല, അവര് ആകണ്ടായാലും വയക്കുല അത് തിന്നും, അത് പഴിക്കാൻ വേണ്ടി കാത്തിരിക്കുമല്ലോ ആ കുട്ടികള്. അതിനൊരു കായായിട്ട് എനിക്ക് തിന്നാൻ കഴിയാതെ ഫീസ് അടക്കാൻ വേണ്ടിയോ നോട്ട് ബുക്ക് വാങ്ങാൻ വേണ്ടിയോ നിങ്ങളത് വിറ്റത് എന്തിന്? നിങ്ങളത് 1000 റുപ്യ പിടിച്ചോളി, ആ വയക്കല നിങ്ങളെ ആ കുട്ടിയൊക്കെ ഞാൻ കൊടുക്കി എന്ന് പറഞ്ഞാൽ 35 കൊല്ലത്തെ അച്ഛനേക്കാൾ വലിയത് അതാണടാ. എന്തുകൊണ്ട്? റബ്ബ് എന്നെ പോലെ അല്ലടാ. റബ്ബ് റഹ്മാനും റഹീമുമാണ്. അവന്റെ അഡ്രസ് റഹ്മത്താണ്, ഹജ്ജല്ല. മനസ്സിലായി പറഞ്ഞത്? എന്താ പറയേണ്ടത്? അത് ലക്ഷ്മി എടുത്ത് നിങ്ങൾ ആ പാക്കല ആ കുട്ടികളെ കായ മൂത്ത നോക്ക്, ഇങ്ങനെ ആകെ 5 സെന്റ് ഭൂമിയിലൊരു വായ, മനസ്സിലായില്ലേ? ഒരു വായ കൊലച്ചാൽ ആ വായക്ക് വേണ്ടി ആ കുട്ടികള് ലക്ഷ്മി എടുത്തിന് വിധവയായ ലക്ഷ്മി എടുത്തിന് ചെറിയ മക്കൾ നോക്കിയിരിക്കും. മനസ്സിലായോ? അതിന്റെ കായ ഇങ്ങനെ പൊടിയാ മാറുന്നതിനനുസരിച്ച്, കളർ മാറുന്നതിനനുസരിച്ച് അച്ഛൻ നോക്കിയിരിക്കും. എന്ത് പഴുത്ത നമുക്ക് തിന്നാലും അവനെ വളപ്പിലുണ്ടായ ഒരു കായ തിന്നുമ്പോൾ രസത്രയിരിക്കും. അപ്പൊ എന്ത് ചെയ്യാ? ഇവന്റെ 35 കൊല്ലത്തെ ഹജ്ജ് അള്ളാഹ് സ്വീകരിക്കാൻ നല്ലത് ഈ വായക്കൊല തിരിച്ചു കൊടുത്തേക്കാം. 1000 റുപ്യ കൊടുത്തു. നിങ്ങൾ എന്തിനാ ലക്ഷ്മി എടുത്തി അതിന് വായക്കൊലയും കൊണ്ടുവന്ന് നിങ്ങൾ ഇന്നോടൊന്ന് പറഞ്ഞാൽ പോരെ? ഒരു പ്രതിഫലം ആഗ്രഹിച്ചിട്ടില്ല. ആര് പ്രതിഫലം? അല്ലാഹ്. എന്റെ 35 കൊല്ലത്തെ ഹജ്ജ് സ്വീകരിക്കാൻ ആ വായക്കൊല തിരിച്ചു കൊടുത്താൽ മതിയാവും. കൊടുക്കൂല. എന്റെ കരുണയില്ല, മനസ്സിൽ കരുണയില്ല, നെറ്റിമ്മൽ അടയാളമുണ്ട്, നിസ്കാരത്താണ്ട് വഞ്ചിതനാണ് ദുനിയാവ് കൊണ്ട്. കരുണയില്ല, 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 മനസ്സിൽ കരുണയില്ല. ചിന്തിക്കണം. ഒക്കെ തന്നെ ഒക്കെ പെട്ടു നോട്ടിക്ക.